സീറോ മലബാർ സിനഡ് അതിരൂപതയെ വഞ്ചിക്കുന്നത് നിർത്തുന്നതുവരെ ഇനി ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. പ്രസാദഗിരി പള്ളിയിൽ കോടതി ഉത്തരവ് പോലും മാനിക്കാതെ വികാരി ഫാദർ ജെറിൻ പാലത്തിങ്കലിനെ പള്ളിയകത്തിട്ട് ആക്രമിച്ച് കുരുമുളക് സ്പ്രേ ചെയ്ത് സിനഡ് കുർബാന ചൊല്ലിയ ഫാദർ ജോൺ തോട്ടുപുറത്തെയും സംഘത്തെയും ന്യായീകരിച്ച് മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും പ്രസ്താവന നൽകിയതിനു പുറമെ ഫാദർ ജോൺ തോട്ടുപുറത്തെ ആശുപത്രിയിൽ സന്ദർശിച്ച് പാലാ മെത്രാൻ ജോസഫ് കല്ലറങ്ങാട്ടും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെയും വിശ്വാസികളെയും സന്യസ്തരെയും വെല്ലുവിളിച്ചിരിക്കുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 21 വൈദികരെ അവരുടെ മാതൃഭവനത്തിൽ നിന്നും വലിച്ചിഴച്ച് ക്രൂരമായി മർദ്ദിച്ച് എറണാകുളം സെയിന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ 2025 ജനുവരി 11 പോലീസ് നരനായാട്ടിനെ ഇതുവരെ സിനഡ് അപലപിച്ചിട്ടില്ല. അതിനാൽ സിനഡുമായി ഇനി യാതൊരു ചർച്ചയ്ക്കും പ്രസക്തിയുണ്ടെന്ന് തോന്നുന്നില്ലെന്ന് അതിരൂപത സംരക്ഷണ സമിതി വിലയിരുത്തി. ക്രിമിനൽ കൂലിയായി മാറ്റണമെന്നാവശ്യപ്പെട്ട് അതിരൂപത ആസ്ഥാനത്ത് പ്രാർത്ഥനായജ്ഞം നടത്തിയ 21 വൈദികർക്കെതിരെ നടപടിയെടുക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പ് മിടുക്ക് കാണിക്കുകയും അതേസമയം കലാപം ഒഴിവാക്കുവാനായി എറണാകുളം ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നടത്തിയ ചർച്ചയിൽ ഇരുകൂട്ടരും സമ്മതിച്ച് ഒപ്പിട്ട സംഗതികൾ 1 മാസത്തിനുള്ളിൽ പ്രായോഗത്തിൽ വരുത്തുമെന്ന് രേഖാമൂലം നൽകിയ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി ഇതുവരെ ക്രിയാത്മകമായി ഒന്നും ചെയ്തിട്ടുമില്ല. അതിരൂപതയിൽ ഒരിടത്തും പാരലൽ ഭരണ സംവിധാനം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയ മെത്രാപ്പോലിത്തൻ വികാരി അറിയാതെയാണോ പ്രസാദഗിരി പള്ളിയിലും സെയിന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിലും മറ്റും അഡ്മിനിസ്ട്രേറ്റർമാരെ ഗുണ്ടകളെ വെച്ച് സിനഡ് കുർബാനയ്ക്ക് വേണ്ടി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് എന്ന ചോദ്യത്തിന് ആർച്ച് ബിഷപ്പ് പാംബ്ലാനി ഉത്തരം പറയണം. ക്രിമിനൽ കൂരിയ അവർക്ക് ഇഷ്ടപ്പെട്ട പോലെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. പോലീസിനെ ഉപയോഗിച്ചുള്ള ഭീഷണി ഇനി ഇവിടെ വില പോകില്ല എന്ന് മനസ്സിലാക്കിയ മൗണ്ട് സെയിന്റ് തോമസും ക്രിമിനൽ കൂരിയായി ഇപ്പോൾ അതിരൂപതയെ ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്ത് തുടങ്ങിയിരിക്കുകയാണ്. അതിരൂപതയിലെ വൈദികരെ ഗുണ്ടകളെ ഉപയോഗിച്ച് തല്ലിച്ചതയ്ക്കുന്ന പരിപാടി അതിരൂപതയിലെ വൈദികരെയും വിശ്വാസികളെയും വീണ്ടും പ്രത്യക്ഷമായ സമര പരിപാടികളിലേക്കാണ് വലിച്ചിഴക്കുന്നത്. മാർ ജോസഫ് പാംബ്ലാനി ക്രിമിനൽ കൂരിയായ മാറ്റാതെയും വൈദികർക്കെതിരെയുള്ള നടപടികൾ പിൻവലിക്കാതെയും ഇനി യാതൊരു ചർച്ചയ്ക്കും വൈദികരോ വിശ്വാസികളോ തയ്യാറാകില്ല. ചർച്ചകൾ വെറും പ്രഹസനങ്ങളായി മാറ്റുകയാണ് മേജർ ആർച്ച് ബിഷപ്പും സിനഡും. ഏപ്രിൽ 1 മുതൽ കുർബാന ധർമ്മങ്ങളുടെ നിരക്ക് അതിരൂപതയിൽ കൂട്ടിയതായി അതിരൂപത മിസത്തിൽ കണ്ടു. ഇത്തരം കാര്യങ്ങൾ അതിരൂപതയിലെ കീഴ്വഴക്കമനുസരിച്ച് വൈദിക സമിതിയിൽ ആലോചിച്ചാണ് നടപ്പിലാക്കാറുള്ളത്. ഇപ്പോൾ ക്രിമിനൽ കൂരിയ തോന്നിയതുപോലെ തിരുക്കർമ്മങ്ങളുടെ ധർമ്മം കൂട്ടിയിരിക്കുന്നത് അതിരൂപതയിലെ വൈദികരോ വിശ്വാസികളോ അംഗീകരിക്കുന്നില്ല. 2025 ഏപ്രിൽ 1 മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തിരുക്കർമാധികളുടെ ധർമ്മനിരക്കുകൾ ഇപ്പോൾ ഉള്ളതുപോലെ തുടരണമെന്നും അതിരൂപത സംരക്ഷണ സമിതി കൂട്ടായി തീരുമാനമെടുത്തു.